ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പ്രത്യേകിച്ച് പൈസ മുടക്കിയിട്ട് ആരും വരുന്നില്ല. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ കൂടുതലും പൈസ ചിലവാക്കണത്. പിന്നെ ഇന്നലെ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം ഞാൻ പറഞ്ഞത് അതായത് ബസ് പോകുന്നുണ്ട്. ആ ബസ് പോകുന്നത് അതിൻ്റെ ഏകദേശം കറക്റ്റ് ലൈനിലാണ്. അപ്പോൾ അത് അവൻ്റെ ആ റോഡ് ആ ബസ്സിൻ്റെ നീളം വീതിക്കനുസരിച്ചിട്ടുള്ള അവൻ്റെ അവകാശമാണ്. ഇപ്പോൾ ഈ ചെറിയ ഓട്ടോറിക്ഷ പോകുന്നുണ്ട്, അവൻ ഇടത് സൈഡ് ചേർന്നിട്ടാണ് പോണത്, അത് അവൻ്റെ അവകാശമാണ്. അപ്പുറത്തൊരു വണ്ടി പോകുന്നുണ്ട്, അത് അവൻ്റെ അവകാശമാണ്. പക്ഷേ നിങ്ങൾ ആ നാളെ ഇപ്പൊ വിഷു ആണ് അല്ലേ? വിഷുവിന് ഒരുപാട് ആൾക്കാർ ഉണ്ടാവുന്ന കള്ളില്ലേ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. അത് മതി നമുക്ക്. ആ ലഹരി നമുക്ക് പിന്നെ നമ്മൾ അമ്മേനെയും പെങ്ങളെയും തിരിച്ചറിയാതിരിക്കെ, അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിൽ ഒറ്റപ്പെടുക, അങ്ങനെയുള്ള ഒരു പരിപാടി നമുക്ക് ഉണ്ടാവില്ല. പക്ഷെ മറ്റത് അങ്ങനല്ല, നമുക്കത് കിട്ടാതെ അപ്പോൾ നമസ്കാരമുണ്ട്. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്. അപ്പോൾ ഞായറാഴ്ചയായിട്ട് നമുക്ക് പ്രത്യേകിച്ച് എന്തൊക്കെ പരിപാടികൾ ഉണ്ടാവില്ലേ? പക്ഷേ എൻ്റെ ഇന്നത്തെ പ്രത്യേകിച്ച് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മണിക്കൊരു ഓട്ടം പോയപ്പോൾ ടയർ പഞ്ചറായി എന്ന് മാത്രമല്ല, ഒരു 2 മണിക്കൂർ നേരം സ്വൈപ്പായി വന്നാൽ ആകെ ബുദ്ധിമുട്ടി. അപ്പോൾ ഇനി ടയർ എന്ന റീസോൾവ് ചെയ്ത് വാങ്ങിയിട്ടുണ്ട്, അതൊന്ന് മാറ്റണം. അപ്പോൾ അതുവരെ നിങ്ങൾ ഈ റോഡിലൂടെ പോകുന്ന വാഹനങ്ങളുടെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. നമ്മളേ ടയർ മാറ്റാട്ടോ. മറ്റേ ഇതൊന്നും മണിക്ക് ഓട്ടിയിട്ട് പിന്നെ 2 മണിക്കൂർ നേരം സ്വൈപ്പായി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഒരു ടയർ കടത്തൊരു കൂട്ടുകാരനും പയ്യനും കൂടിയാണ് ടയർ മാറ്റി തന്നെ. അപ്പോൾ ഞാൻ കുറേ പറഞ്ഞു ഞാൻ മാറ്റാന്ന്, പക്ഷെ മൂപ്പർക്ക് മാറ്റാനൊരു കമ്പം. ആ പേരെന്താന്നാ പറഞ്ഞത്? നമ്മുടെ പ്രേക്ഷകർ റിഫാൻ എന്നാണ് മൂപ്പര് പേര്. അപ്പം നമ്മുടെ റിഫാൻ റിഫാൻ ഇപ്പോഴത്തെ 2K പിള്ളേരെ പേര് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ പറയാനൊരു ഇതാണ്. അപ്പോൾ പിന്നെ നമ്മളറിയുന്ന പഞ്ചരയുടെ കുന്തിപ്പുഴയിലായിട്ടുള്ളത്. ഓവർ ടൈറ്റ് വേണ്ട, മീഡിയം മതി. നമ്മൾ ഈ ടയറൊക്കെ മീഡിയം ടൈറ്റിൽ വെച്ച് എന്താ പറയുക, വണ്ടി ഓടി ചൂടാവുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ടൈറ്റ് ആവും. മതി.
ടയറ് മാറ്റൽ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും പറയാനില്ലാതാവും നമ്മൾ കേട്ടിട്ടുണ്ടാവുക. പക്ഷെ പറയാൻ കുറേ ഉണ്ട്. ഇന്നലെ മണ്ണാർക്കാട് നെല്ലിപ്പുഴയിൽ കൊല്ലുന്ന ലഹരിയെ കുറിച്ചിട്ടുള്ളൊരു ബോധവൽക്കരണം നടന്നു. ഞാനതിൻ്റെ വീഡിയോ കുറേ എടുത്തു. പക്ഷേ ഞാൻ അതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാടിന് കൊല്ലുന്ന ലഹരി വേണ്ട, നമ്മുടെ നാട് ലഹരി രാസലഹരിനെ കുറിച്ചിട്ട് കേട്ടോ. കൊല്ലുന്ന ലഹരി പറഞ്ഞാൽ ശരിക്കും മയക്കുമരുന്നാണ്. അതായത് നമ്മൾ ഇപ്പോഴത്തെ ഈ മദ്യവും കഞ്ചാവും അല്ല, അതിലും മേലെ അതുക്കും മേലെ ഉള്ള രാസലഹരിയും കൊണ്ടാണ് ഇപ്പോഴത്തെ ആളുകൾ നടക്കുന്നത്. ഇപ്പം നമുക്ക് ആ ലഹരിയെക്കുറിച്ച് വേണ്ട, അതന്നെ ലഹരിയെക്കുറിച്ച് കൂടുതൽ പറയണമെന്നില്ല. ഇപ്പോൾ ന്യൂസിലുള്ള ശ്രീകണ്ഠൻ നായരും പിന്നെ റിപ്പോർട്ടർ ചാനലിലും ന്യൂസിലത്തെ ആൾക്കാർ, ഇവർ രണ്ട് ടീം മാത്രമാണ് കൂടുതലായിട്ടും ലഹരിയെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് ലഹരിക്ക് ഈ MDMA കാര്യങ്ങളായിട്ടുള്ള, അതായത് മറ്റുള്ളൊരു ലഹരി, ഈ രാസലഹരിനെ പറ്റി എനിക്ക് അറിയില്ല ശരിക്കും. അതാണ് അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് പഠിച്ചിട്ടില്ല, പഠിക്കാൻ ആഗ്രഹമില്ല, അറിയാനും ആഗ്രഹമില്ല, അത് എടുക്കാനും കഴിക്കാനും താല്പര്യമില്ല. നമുക്ക് നമ്മുടെ പിന്നെ സാധാരണ കള്ളും, അതായത് തെങ്ങിൽ നിന്നും ഉണ്ടാവുന്ന കള്ളില്ലേ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. അത് മതി നമുക്ക്. ആ ലഹരി നമുക്ക് പിന്നെ നമ്മുടെ അമ്മേനെയും പെങ്ങളെയും തിരിച്ചറിയാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിൽ ഒറ്റപ്പെടുക, അങ്ങനെയുള്ള ഒരു പരിപാടി നമുക്ക് ഉണ്ടാവില്ല. പക്ഷെ മറ്റത് അങ്ങനെയല്ല. നമുക്കത് കിട്ടാതെ ഇപ്പം മിനിഞ്ഞാന്ന് ന്യൂസിൽ നമ്മൾ വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു പെൺകുട്ടിയെ ഒരു സുഹൃത്ത്, അതായത് അയൽവാസി പീഡിപ്പിച്ചിട്ട് മിഠായിൽ MDMA കലർത്തിയിട്ട് ഈ കുട്ടിക്ക് അത് കിട്ടാതായപ്പോൾ ആകെ വെപ്രാളം കൊണ്ട് നടക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ആ കുട്ടി വീട്ടുകാരെ അറിയിച്ചു. വീട്ടുകാർ എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ, ഇതേപോലെ നമ്മുടെ നഗരത്തിലും എന്തൊക്കെ പരിപാടി നടക്കുന്നുണ്ടെന്ന് ആർക്കെങ്കിലും അറിയോ? അങ്ങനെ പലതും പല രീതിയിലും നടക്കുന്നുണ്ട്. നമ്മൾ കുറേ കണ്ടില്ല, നമ്മൾ കുറേ കേട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ കുറേ അറിഞ്ഞില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. ശരിക്കും അതാണ്. ഇപ്പോൾ നമുക്ക് രണ്ട് സൈഡിൽ നോക്കിയാൽ ചില സമയത്ത്, ഇന്നലെ അവിടെ ലഹരിക്ക് വന്ന ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ നെല്ലിപ്പുഴ തൊട്ട് കുന്തിപ്പുഴ വരെ ഒരു മനുഷ്യമതിൽ എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ പലരും പല തരത്തിലുള്ള ഓരോ അടിസ്ഥാനപരമായിട്ടുള്ള എന്താ പറയുക ബുദ്ധിമുട്ടുകൾ, സാഹചര്യങ്ങൾ, ചിലപ്പോൾ ജോലിയാവാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാവാം, അതൊക്കെ ഇതിൽ വരും. ലഹരിക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ, പ്രത്യേകിച്ച്. പിന്നെ ഞാൻ പറയട്ടെ, ഞാൻ ന്യൂസ് കണ്ടപ്പോൾ MDMA പിടിച്ച ഒരാൾ, ആ പോലീസുകാർ ഇവനെ പൊക്കാൻ വന്നിട്ടാണ്. പോലീസുകാർ പൊക്കാൻ വന്നപ്പോൾ ആ കൂട്ടത്തിലുള്ളൊരു നാട്ടുകാരൻ നല്ല ഫിറ്റാണ്, നല്ല വെള്ളമടിച്ചിട്ട് നല്ല മദ്യപിച്ചിട്ട് ഇതങ്ങനെ പറയുന്നുണ്ട്, നിന്നെ തൂക്കിക്കൊല്ലണടാ, നീയൊക്കെ കുളുത്ത് ചാവും എന്നൊക്കെ പറയുന്നുണ്ട്. ശരിയാണത്. കാരണം അവന് ഈ സാധാരണ ലിക്കർ അടിച്ചാൽ പോരെ, നമ്മുടെ കേരള സർക്കാരിൻ്റെ ലിക്കർ അടിച്ചാൽ പോരെ, എന്തിനാ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ അടിക്കുന്നതെന്നാണ് മൂപ്പര് പറയണത്, പാവം. എന്നാലും അത് ഭയങ്കര ഒരു കോമഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട്, നഗരത്തിലുണ്ട്, എവിടെ ഇല്ലാത്തില്ല. അപ്പോൾ ഈ പ്രകടനത്തിന് വന്നവര് രാസലഹരിക്ക് കൈകോർത്ത് ചേർത്ത് പിടിച്ച് അണിനിരന്ന ആളുകളിൽ പലരും ശരിക്കും പറഞ്ഞാൽ 2 1 ഇട്ടിട്ടാണ് വന്നത്. കാരണം ഇത് പറയാനും നിൽക്കാനും ആളുകളെ അഭിമുഖീകരിക്കാനും ഒരു ധൈര്യം വേണം. പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് ഒരു സഭയിലേക്ക്, ഒരു പൊതുവേദിയിലേക്ക് നമുക്ക് ധൈര്യത്തോടെ കയറി ചെല്ലാൻ ഇപ്പോഴത്തെ ആളുകൾ മടിക്കുകയാണ്. കാരണം നമുക്ക് അതിൻ്റെതായ ഒരു എന്താ പറയുക, ഒരു മനഃശക്തി ഇല്ല, പൊതുവായിട്ടുള്ളത് ഒരു മനഃശക്തി. ഇപ്പം നമുക്കിപ്പോൾ ഒരു പോലീസിനെ കണ്ടാൽ നമ്മൾ പെട്ടെന്ന് ഭയക്കണം. മനസ്സ് ഭയത്തോടെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതായത് അത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തെറ്റിലേക്ക് നയിക്കും കൊണ്ടാണ്. നേരെ മറിച്ച് നമ്മൾ തെറ്റൊന്നും ചെയ്യാതെ പോവുകയാണെങ്കിൽ നമുക്കൊരു പേടി ഉണ്ടാവില്ലേ. അപ്പോൾ നമുക്കൊന്ന് നട്ടമല വരെ ഒന്ന് പോകണം. അവിടെ പോയാൽ നല്ല കാറ്റ് കിട്ടും. അവിടെ ഏറ്റവും മുകളിൽ ടോപ്പിൽ. ഇന്നിപ്പോൾ ശാന്തമായൊരു ദിവസമാണ്, ഞായറാഴ്ചയല്ലേ, ആളുകളുമില്ല.
ആരവങ്ങളുമില്ല. മുഴുവനായിട്ടും വാഹനങ്ങളുടെ മുരൾച്ച മാത്രം. AC ചൂടാവുമ്പോൾ ഇഞ്ചിൻ്റെ മുരൾച്ച, എനിക്ക് വയ്യോ, എന്നെ ഒന്ന് ഓഫാക്കോ, എന്നെ എവിടെയും സൈഡാക്കോ എന്നുള്ള രീതിയിൽ. ഇതൊക്കെയാണ് നമ്മുടെ നഗരത്തിലെ അവസ്ഥ. അങ്ങനെ എന്തൊക്കെ നമുക്ക് പറയാം, എന്തൊക്കെ നമുക്ക് ചെയ്യാറുണ്ട് എന്തോ അല്ലേ. അപ്പോൾ നാളെ വിഷു ആണ്. എല്ലാവർക്കും വിഷു ദിന ആശംസകൾ. 30 റുപ്യ അല്ലേ ആ ചെറിയൊരു കിട്ടുന്നില്ലേ? എങ്ങനെ കച്ചവടം ഉണ്ടോ? ഇപ്പോൾ വന്നിട്ടുള്ളൂ അല്ലേ? അങ്ങനെ വാടുണ്ട് അല്ലേ? അത് വെയിൽ കൊണ്ട് വല്ലാണ്ട് വാടുണ്ട് അല്ലേ? അല്ല കഴിയോ അത് ആൾക്കാർ വാങ്ങണ്ടല്ലേ? ഓക്കെ, വിഷു മേടിക്കണ്ടല്ലേ? എന്തായാലും വിഷു ആശംസകൾ. ശരി. അവര് 3 കട്ടും. അതിന് ചേർക്കണ്ടോ? അപ്പോൾ സുഹൃത്തുക്കളെ, വീണ്ടും നമ്മൾ നമ്മുടെ ടൗണിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നെല്ലിപ്പുഴ അതേപോലെ നൊട്ടമലയൊക്കെ ഒന്ന് പോയി വെറുതെ ഒന്ന് കറങ്ങി നടന്നിട്ട് തന്നെ പോയത് കേട്ടോ. അതുകൊണ്ട് ശരീരത്തിന് നല്ല ആദ്യം കിട്ടി. പിന്നെ നാളെ വിഷു അല്ലേ, വിഷുവിന് ആളുകൾ പിന്നെ പച്ചക്കറി വാങ്ങാനും വെള്ളരിക്ക വാങ്ങാനും കെണി വെക്കാനുള്ള കണിക്കൊന്ന പൂവ് വാങ്ങാനും ഒക്കെപ്പാടായിട്ട് നല്ല തിരക്കാണ് പച്ചക്കറി മാർക്കറ്റിൽ. അപ്പോൾ അതൊക്കെ അങ്ങനെ കുറച്ചു നേരം പോയി നിന്നിട്ട് ഇങ്ങനെ കണ്ടു. ആളുകളെ വെപ്രാളോ, നാളെ ഇപ്പോൾ കൈനീട്ടം കൊടുക്കണം, കൈനീട്ടം തിരിച്ചു വാങ്ങണം, അങ്ങനെ ഓരോരോ ആചാരങ്ങളുണ്ട് നമുക്ക്. നമ്മുടെ കേരളത്തിലുള്ളവർക്ക് എല്ലാവർക്കും ഇപ്പോൾ ജാതി മത ഭേദമന്യേയാണ്. വിഷു, ഓണം ആഘോഷം, പെരുന്നാൾ, അതേമാതിരി ഈസ്റ്റർ, ക്രിസ്മസ്, ഇതൊക്കെ ആഘോഷിക്കണേ. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ജാതി മതം നോക്കിയിട്ടൊന്നുമല്ല, അത് നമ്മുടെ ഏറ്റവും വലിയ മനസ്സാണത്. നമ്മൾ അങ്ങനെയൊക്കെ നോക്കി ജീവിക്കുകയാണെങ്കിൽ. പക്ഷെ ചില ആൾക്കാരിൽ അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. ഓരോ ആൾക്കാർക്ക് തെരഞ്ഞു പിടിച്ച് കൊടുക്കുന്ന സ്വഭാവം ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ലോകം ഇങ്ങനെ നിലനിൽക്കുന്നത്, ഇല്ലെങ്കിൽ നമ്മുടെ കേരളം ഇങ്ങനെ നിലനിന്ന് പോണത്. അത് എല്ലാവരും ഇപ്പോൾ ഒരേമാതിരി ആണെങ്കിൽ ഇപ്പം അങ്ങനെ ഉണ്ടല്ലോ അല്ലേ. ശരിക്കും എല്ലാവർക്കും ഒരേപോലുള്ളൊരു പ്രാധാന്യം കൊടുക്കണം, നമ്മുടെ എല്ലാവരും കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വിഷുവിനും പെരുന്നാളിനും പിന്നെ ക്രിസ്മസിനും അങ്ങനെയല്ല. ക്രിസ്മസ്, വിഷു എന്നൊക്കെ പറഞ്ഞാൽ അത് നമുക്കിപ്പോൾ പൊതുവായിട്ടുള്ളൊരു ആഘോഷമായിട്ടാണ്. അപ്പോൾ നഗരത്തിലെ തിരക്ക് കമ്മിയാണ് ശരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ചയും കൂടിയാണ്, അപ്പോൾ അതിൻ്റെ ഒരു തിരക്ക് കമ്മിയുണ്ട്. ഇനി വൈകുന്നേരം ഇല്ല, തിരക്കുണ്ടാവില്ല. വൈകുന്നേരത്തെ തിരക്ക് കമ്മിയായിരിക്കാൻ സാധ്യത വളരെ കമ്മിയാണ്. ഇവിടെ ഇങ്ങനെ വന്നിരിക്കാൻ നല്ല രസമാണ്. വാഹനങ്ങൾ പോകുന്ന ആ സൗണ്ടും അവരാ വെപ്രാളവും. അപ്പൊ അവിടെ കണിക്കൊന്ന വിൽക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് 30 റുപ്യ അല്ലേ ആ ചെറിയൊരു കിട്ടുന്നില്ലേ? എങ്ങനെ കച്ചവടം ഉണ്ടോ? ഇപ്പോൾ വന്നിട്ടുള്ളൂ അല്ലേ? അങ്ങനെ വാടുണ്ട് അല്ലേ? അത് വെയിൽ കൊണ്ട് വല്ലാണ്ട് വാടുണ്ട് അല്ലേ? അല്ല കഴിയോ അത് ആൾക്കാർ വാങ്ങണ്ടല്ലേ? ഓക്കെ, വിഷു മേടിക്കണ്ടല്ലേ? എന്തായാലും വിഷു ആശംസകൾ. ശരി. നിൽക്കുന്ന ആൾക്കാർക്ക് ദാഹത്തിന് വെള്ളം, പിന്നെ അതേമാതിരി എല്ലാ ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൗണ്ട് ബോക്സ്, എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടാണ് ഇന്നലെ പരിപാടി സംഘടിപ്പിച്ചത്. അരമണിക്കൂർ പരിപാടി ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും ആളുകൾ പോരാ. ശരിക്കും ഒരുപാട് ആളുകളെ പ്രതീക്ഷിച്ചാണ്. പക്ഷേ 1000-ൽ താഴെ അല്ലെങ്കിൽ 1500-ൽ താഴെ ആളുകൾ മാത്രമാണ്
ഇന്നലെ പരിപാടിക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു. പക്ഷേ ഇതിന് മുന്നുള്ള വീഡിയോ ആരും കാണാത്തതുകൊണ്ട് ഞാൻ ആ വീഡിയോ എടുത്തില്ല. അപ്പോൾ അതിന് വലിയ പ്രസക്തിയും കാര്യങ്ങളും ഇല്ലാതാവും പൊതുജനങ്ങൾ കരുതുന്നുണ്ടാവുക. നമ്മളെന്നല്ല ആരെത്ര മോട്ടിവേഷൻ കൊടുത്തിട്ടും ആരെത്ര എന്ത് ചെയ്തിട്ടും ഒരു പ്രയോജനം ഒരു കാര്യവും ഇപ്പം അതിൽ കാണുന്നില്ല. എന്താണാവോ ആളുകൾക്കൊക്കെ എന്തോ പറ്റിയോ എന്തോ ധൃതിയും കൊണ്ട് പോണ മാതിരിയാണ് ഇപ്പോഴത്തെ കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നാളത്തെ വിഷുവിന് എന്തൊക്കെ കേൾക്കാം, എന്തൊക്കെ അപകടങ്ങൾ ഉണ്ടായി, എന്തൊക്കെ ഉണ്ടാവാതിരിക്കാം. നമ്മൾ ദിവസേന രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മൾ കേൾക്കുന്നത് ശരിക്കും ദുരന്ത വാർത്തയും ദുഃഖ വാർത്തകളും മാത്രമാണ്. നമുക്കതിൽ നമ്മളെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. മറ്റൊരാളെ പറ്റി നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല. നമ്മളെ മാത്രം ശ്രദ്ധിച്ച് പോകുക, എനിക്ക് മാത്രമേ പറയാനുള്ളൂ. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ഇങ്ങോട്ട് വരുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ പിന്നെ അത് ശ്രദ്ധയില്ലായ്മ കൊണ്ട് തന്നെ അപ്പുറത്തിൻ്റെ ഇപ്പുറത്തിൻ്റെ ഇപ്പം ഞാൻ പറയട്ടെ, അതായത് ബസ് പോകുന്നുണ്ട്. ആ ബസ് പോണത് അതിൻ്റെ ഏകദേശം കറക്റ്റ് ലൈനിലാണ്. അപ്പോൾ അത് അവൻ്റെ ആ റോഡ് ആ ബസ്സിൻ്റെ നീളം വീതിക്കനുസരിച്ചിട്ടുള്ള അവൻ്റെ അവകാശമാണ്. ഇപ്പോൾ ഈ ചെറിയ ഓട്ടോറിക്ഷ പോകുന്നുണ്ട്, അവൻ ഇടത് സൈഡ് ചേർന്നിട്ടാണ് പോണത്, അത് അവൻ്റെ അവകാശമാണ്. അപ്പുറത്തൊരു വണ്ടി പോകുന്നുണ്ട്, അത് അവൻ്റെ അവകാശമാണ്. പക്ഷേ നിങ്ങൾ ആ ലൈനിൽ അപ്പുറത്തെ ലൈനിലേക്ക് നിങ്ങൾ കയറരുത്. അത് ആരാൻ്റെ വളപ്പിക്ക് കയറുന്ന മാതിരിയാണ്. ആരാൻ്റെ വളപ്പിക്ക് കയറി ഇപ്പോഴത്തെ കാലത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ, വെട്ടും കുത്തും ചിലപ്പോൾ ആസിഡും മുളക് പൊടിയും ഒക്കെ എറിയും. അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. കാരണം ഇപ്പോൾ ഒക്കെ ഈ വാഹനങ്ങളിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു രീതിയും കൂടിയാണ്. കാരണം തട്ടിക്കയ്യോ മുട്ടിക്കയ്യൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ കൊടുവാളും കത്തിയൊക്കെ ആയിട്ടാണ്. ഇന്നിപ്പോൾ ഒരു വാർത്തയിൽ കണ്ടു, അച്ഛനും മകനും മദ്യവെച്ചിട്ട് നടു റോഡിൽ ഭയങ്കര പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ നല്ല പുളിവാറിലെടുത്തിട്ട് പൊട്ടിക്കാണ് വേണ്ടത്. ഇവിടെ മണ്ണാർക്കാടൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പൊടിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഒരു തെമ്മാടിത്തരം ചെയ്യാൻ പറ്റുമോ? ഞാൻ പറയുമ്പോൾ വെള്ളമടിച്ചാൽ വയറ്റിൽ കിടക്കണം. അയ്യപ്പനും കോശിയിൽ പൃഥ്വിരാജ് പറയില്ലേ, കള്ളുണ്ട് വയറ്റിലാണ് എന്ന് പറയില്ല. അതേപോലെ നമ്മൾ വെള്ളമടിച്ചിട്ടുണ്ടെങ്കിൽ അത് വയറ്റിൽ കിടക്കണം. നാട്ടുകാരെ നെഞ്ഞത്ത് കയറാനും നാട്ടുകാരെ റോഡിൽ തെമ്മാടിത്തരം കാണിക്കാനും മറ്റുള്ളവരോട് അസഭ്യം പറയാനും ഉള്ളൊരു പൊതുവേദി ഒരിക്കലും റോഡും അതേപോലെ സമൂഹത്തിലും ഇടപെടരുത്. ഇപ്പൊ പൊതുവേ അങ്ങനെയാണ് ഇപ്പൊ മൊത്തത്തിൽ കാണുന്നു. നമ്മളിപ്പോ ഇത് കണ്ടാലും കൊണ്ടാലും പഠിക്കാത്തൊരു ജന്മത്തിലാണ് ഇപ്പോഴത്തെ എല്ലാവരും ഉള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ചിട്ട് നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ഇല്ല. എന്തായാലും എല്ലാവർക്കും വീണ്ടും വിഷു ആശംസകൾ നേരാണ്. നല്ലത് ഭവിക്കട്ടെ, നല്ലത് നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് കരുത്തുണ്ടാകട്ടെ എന്നൊക്കെ ഞാൻ പറയാം. നമ്മൾ അതേപോലെ ചെയ്യാം. നമുക്ക് നല്ലത് ചെയ്താൽ നമുക്ക് ആൾക്കാരുണ്ടാവും. നല്ലത് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നീട് നമ്മളോട് കാലം ചോദിക്കും. തീർച്ചയായിട്ടും കാലം കണക്ക് ചോദിക്കും. കാലം കണക്ക് ചോദിക്കാതെ ഒന്നും ഇന്നവരെ പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിൽ നല്ലവരായിട്ട് ജീവിക്കുക. അപ്പോഴാണ് എനിക്കും നല്ലതാവാൻ കഴിയുള്ളൂ. പിന്നെ ഞാൻ പറയട്ടെ, നമ്മുടെ ഇടതുവശത്തേക്ക് നമ്മളെ ലൈനിൽ ട്രാഫിക്കിൻ്റെ ലൈനിൽ കയറുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പുറകിൽ വരുന്ന വാഹനങ്ങളെ അറിയിക്കുക തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ കുറ്റം നമ്മുടേതായിരിക്കും. അപ്പോൾ പിന്നെ അവിടെ സാക്ഷി പറയാനും വകുപ്പ് പറയാനൊന്നും ആൾക്കാരുണ്ടാവില്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഇതിന് മുന്നേ എപ്പോഴും പറയാറുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റോഡിൽ നിങ്ങൾ വാഹനം കൊണ്ട് ഇറങ്ങുമ്പോൾ ആ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ വെറും ഒരു ഡ്രൈവറാണ്. അവിടെ പദവിയും അലങ്കാരവും അഹങ്കാരവും ഒന്നുമില്ല. നിങ്ങൾ ഡ്രൈവർ മാത്രമാണ് അവിടെ. അത് ഏതൊരു ആൾക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമാണ്. അല്ലാതെ നമ്മൾ ഇപ്പോൾ വിദ്യാലയമാണല്ലോ, വീടാണല്ലോ ഏറ്റവും വലിയ വിദ്യാലയം. അതുപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞ് പെരുമാറുക, മനസ്സിലാക്കി പഠിക്കുക. സുഹൃത്തുക്കളെ, ഇത് ഞാൻ നല്ലൊരാൾ എന്നല്ല കേട്ടോ, നമ്മൾ പറഞ്ഞു തരാമെന്ന് മാത്രം. എനിക്ക് ഈ മണ്ണാർക്കാടിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഹെൽമെറ്റ് വെക്കാതുള്ള യാത്ര വളരെ മോശം പിടിച്ച യാത്രയാണ്. അപ്പം എന്തായാലും നാളെ കാണാം.